ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു പഴയകാല നാടൻ വിഭവമായ അരിമണി ചായയാണ് തയ്യാറാക്കുന്നത്. മഴക്കാലത്ത് നമുക്ക് മഴയൊക്കെ കണ്ടുകൊണ്ട് കുടിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചായയാണിത്. നമ്മുടെ വിശപ്പും മാറും, ദാഹവും മാറും. നല്ല ചൂടുള്ള ഈ ചായ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കി വന്നാലോ. അരിമണി ചായയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് അളവിൽ മട്ടയരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ചൂടായ ഒരു ചീനച്ചട്ടിയിലേക്ക് കഴുകി വൃത്തിയാക്കിയ അരി നമുക്കിട്ടൊന്ന് വറുത്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചൂടായ അരിമണികൾ പതിയെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുമേ. ഇപ്പോൾ നമ്മുടെ അരിമണികളൊക്കെ നന്നായിട്ട് വറന്നു വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വറന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെച്ചാൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേറെ പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ചായ തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ഏലക്ക ഞാനൊന്ന് ഇടികല്ലിൽ ചതച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് തരട്ടെ. വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാരയാണ് ഇഷ്ടമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു 2 ടീസ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അരിച്ചെടുത്ത ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന അരിമണികൾ ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുടിക്കാം. മഴ സമയത്ത് 4 മണിക്കൊക്കെ കഴിക്കാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അരിമണി ചായ, ഒരു പഴയകാല വിഭവം. അപ്പം നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.